ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു സദ്യ സ്പെഷ്യലാണ്. അവിയലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു അവിയലാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 5 വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. വാഴയ്ക്ക അല്ലെങ്കിൽ പച്ചക്കായ, പിന്നെ പടവലങ്ങ, അതുപോലെ തന്നെ മുരിങ്ങക്കായ, പിന്നെ ക്യാരറ്റ്, ബീൻസ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് അല്ലാതെ ഇതിപ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചേർത്തതാണ്. ഈ പടവലങ്ങയ്ക്ക് പകരം വെള്ളരി ചേർക്കുന്നവരുണ്ട്, അതുപോലെ വാഴയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ്, ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുപോലെ ബീൻസിന് പകരം പയർ, അമര, അങ്ങനെ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പൊതുവേ നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ മുരിങ്ങക്കായും ക്യാരറ്റും പടവലങ്ങയും പച്ചക്കായയും ഒക്കെയാണ്. പിന്നെ പയറും ബീൻസും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാറുണ്ട്. ഞാൻ ഒരുവിധം കഴിച്ചിട്ടുള്ള എല്ലാ സദ്യകളിലും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. പിന്നെ അവനവൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അത് മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്കുള്ള അരപ്പ് വേണം. അരപ്പിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം കൂടെ ഒരു 5 കപ്പുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് അരപ്പായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് നമ്മൾ സാധാരണ മെഷർമെൻറ്റ് കപ്പിന് 1/4 കപ്പ്. അതിലേക്ക് ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പം വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ തന്നെ ധാരാളം മതി. പിന്നെ ചിലരൊക്കെ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. ഞാനും പച്ചക്കറിയിൽ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ചേർക്കുന്നവരാണ് ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തോളൂ. പിന്നെ ഒരു 3-4 പച്ചമുളക് എരിവിനനുസരിച്ച്. പിന്നെ ഈ കറിവേപ്പില നമുക്ക് ഇത് വറവിടാനായിട്ടുള്ളതാണ് അവസാനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞ നിറത്തിന്, നല്ല മഞ്ഞ നിറം വേണ്ടവരാണ് അങ്ങനെ അത് അവനവൻ്റെ ഓപ്ഷണലായിട്ട് മഞ്ഞൾപ്പൊടി വേണം. അതുപോലെ തന്നെ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ വേണം. പിന്നെ ഇതിൽ വേവിക്കാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് വേണം ആവശ്യത്തിന്. പിന്നെ അവസാനം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇതൊന്ന് വറവിടുന്നത്. അപ്പോൾ അതും കൂടെ വേണം. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ആദ്യം വേവിക്കാനായിട്ട് വെക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ പരമാവധി ഒരേ വലുപ്പത്തിലൊക്കെ ഉള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കുക. അളന്നെടുത്ത് മുറിക്കാനല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നമ്മളൊന്ന് വിളമ്പുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം ഒരു ഒരേ വലുപ്പത്തിലുള്ളതാക്കി മുറിക്കാൻ ശ്രമിക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കേണ്ട, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ആ 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ മിക്സിയിലേക്കാണ് ഇടുന്നത്. അമ്മി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അമ്മിക്കല്ല് ഉപയോഗിച്ചോളൂ. അതിലേക്ക് മുളകും നമ്മൾ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ വെളുത്തുള്ളി ചേർക്കുന്നവരാണ് ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തോളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്ന് പറയും, അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് അപ്പോൾ അമ്മിയിലാണെങ്കിൽ ജീരകം അങ്ങനെ തന്നെ നമുക്ക് ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് മിക്സിയിലായതുകൊണ്ടാണ് പൊടിച്ചത് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർക്കുമ്പോൾ പുളിക്ക് അനുസരിച്ച് വേണം ചേർക്കാൻ. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് പോലെ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ തന്നെ ധാരാളമാണ്. അതല്ല പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ടേബിൾ സ്പൂൺ, ഇപ്പോൾ യോഗട്ടൊക്കെയാണ് ചേർക്കുന്നത്, ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം. ഒരൊറ്റ തവണ ഒന്ന് കറക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ സെൻറ്ററിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. സെൻറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയിൽ അത് നല്ലോണം പിടിച്ച് വരും. അതിനാണ് സെൻറ്ററിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്ത് വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
വെള്ളമില്ലാതെ നമ്മൾ പിന്നെ ഒന്നുകൂടെ അത് അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം ശരിക്കും വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വല്ലാതെ അങ്ങ് സ്പൂൺ വെച്ച് ഇളക്കി അത് കുഴഞ്ഞു പോകണ്ട. നമ്മൾ തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് അധികം അങ്ങ് കുഴഞ്ഞു വരും. വാഴയ്ക്ക അതുപോലെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ വല്ലാതെ ഡ്രൈ ആയിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഈ തേങ്ങ നമുക്ക് ഇതിനകത്ത് കുറച്ചൊന്ന് വാട്ടറി ആയിട്ടൊന്ന് പുരണ്ടിരിക്കണം. എന്നാലേ ഇത് ശരിക്കുള്ള ഒരു പരുവത്തിലായി കിട്ടുകയുള്ളൂ. അല്ലാതെ തേങ്ങ വേറെ നിൽക്കുകയും അത് വെജിറ്റബിൾസ് വേറെ നിൽക്കുകയും ചെയ്യുന്ന കോലത്തിലാവരുത്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ അരപ്പിൽ പച്ചമുളക് ചേർക്കുന്നത് എരിവിനനുസരിച്ച് ഒരു 4-5 ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ഒക്കെ ചേർത്താൽ മതി. കുട്ടികൾക്ക് അധികം എരിവൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടാവില്ലല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മൾ ഇപ്പം വെന്ത് വരുന്ന അതിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫ്ലേവർ അപ്പോഴാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താലും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ കത്തിക്കരുത് അധികം. അതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒന്ന് വിളമ്പി കാണിക്കാം. സദ്യക്ക് ഇലയിൽ എങ്ങനെയാണ് വിളമ്പേണ്ടതെന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഓരോ ഐറ്റംസ് എങ്ങനെയാണ് നമ്മൾ ആദ്യം എന്താണ് വിളമ്പേണ്ടത് അങ്ങനെയുള്ളത് പിന്നീട് ഞാൻ കാണിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓണസദ്യ ഉണ്ടാക്കുന്നവരാണ് തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.